നമസ്കാരം സാർ. നമസ്കാരം. CPM-ന് വലിയ തിരിച്ചടിയാണ് പയ്യന്നൂരിൽ സംഭവിച്ചിരിക്കുന്നത്. വളരെ പഴക്കമുള്ള കണ്ണൂരിലെ ഒരു ഏരിയ കമ്മിറ്റി ആണ് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി. ആ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാൻ ആണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത്രയധികം ശക്തിയും പഴക്കവും ഒക്കെയുള്ള ഇത്തരത്തിലുള്ള ഏരിയ കമ്മിറ്റികൾ അവർക്ക് നഷ്ടപ്പെടുന്നു. ജനസ്വാധീനം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഒരു സൂചനയാണോ ഇത്? ഇതൊരു ഒരു 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 കോസ്മെറ്റിക് സർജറിയാണ്. അത് ഒന്നുമില്ല, യാതൊന്നും ചെയ്യാൻ പറ്റില്ല. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി എന്തിനാണ് പിരിച്ചുവിടുന്നത്? ധനരാജൻ്റെ രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു എന്നുള്ള പേരിലാണല്ലോ. അതിൻ്റെ ഉത്തരവാദി മധുസൂദനാണ് തെളിവ് സഹിതം കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് നടപടിയെടുക്കുമെന്ന് പറഞ്ഞ ആരാണ്? KK രാഗേഷല്ലേ, അല്ലേ? അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഫണ്ടൊക്കെ പിരിക്കും, കണക്ക് ചോദിക്കുന്നതിന് ആരാന്ന് വെച്ചാൽ എങ്കിൽ വാ, ഞങ്ങൾ കണക്കൊക്കെ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം കണക്ക് ചോദിക്കേണ്ടെങ്കിൽ പോരാൻ പറഞ്ഞാൽ അതിന് അർത്ഥമുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഞങ്ങൾ പിരിക്കും, കണക്ക് ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ കൊല്ലും, എല്ലാം ഞങ്ങളെന്തും ചെയ്യും, അതുകൊണ്ട് ഞങ്ങളിതൊന്നും തരികയില്ല എന്നൊരു റിവോൾവിങ് ചെയറിലിരുന്ന് ഈ പ്രസ് മീറ്റിൽ പറയുന്നത് ഞാൻ കണ്ടതാണ്. ആരുടെയും ഹിയർസേ അല്ല, ഞാൻ കണ്ടതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ചെറുപ്പക്കാരനെ എങ്ങോട്ടാണ് പോകുന്നത്, ജനങ്ങളെ ഇത്രമാത്രം വിട്ടുകളാക്കാമോ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കുമല്ലോ. ഇപ്പോൾ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇപ്പം നടക്കുന്ന വിവാദങ്ങൾ നേരത്തെ തന്നെ ഒഴിവാക്കാമായിരുന്നു, ഒഴിവാക്കിയില്ല. കുഞ്ഞകൃഷ്ണൻ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചിരിക്കുകയാണ് ഏരിയ കമ്മിറ്റിയുടെ പിരിച്ചുവിടലിലൂടെ. അതാണ് അതിൻ്റെ കാര്യം, ഏരിയ കമ്മിറ്റിയുടെ പിരിച്ചുവിടലിലൂടെ. എന്തിനാ അപ്പോൾ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടത് ഈ ഫണ്ട് തട്ടിപ്പാനുള്ള കേസാണല്ലോ. അത് മാത്രമാണോ പ്രശ്നം? ഫണ്ട് തട്ടിപ്പുള്ള കേസാണെങ്കിൽ ആരാണ് ഫണ്ട് തട്ടിച്ചത്, എത്രയാണ് തട്ടിച്ചെടുത്തത്, ആർക്കൊക്കെയാണ് പങ്കുണ്ട്, ഇതൊക്കെയല്ലേ നോക്കേണ്ടത്. അല്ല ഏരിയ സെക്രട്ടറിയെ മാറ്റി വേറൊരു ഏരിയ സെക്രട്ടറിയെ വെച്ചാൽ എന്ത് പറയാനുള്ളത്? മച്ചി പശുവിനെ തൊഴുത്ത് മാറ്റി കെട്ടിയാൽ അത് പ്രസവിക്കും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തൊലിപ്പുറത്തെ ചില ചികിത്സ ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് CPM-ൽ ഇപ്പോൾ കാണുന്നത്. ഇനി നടപടി എടുക്കണമെന്ന് വിചാരിക്കുക. ഇവർ നടപടി എടുക്കേണ്ട ആദ്യം തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലല്ലേ. ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനത്തെ മറികടന്നല്ലേ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനമെടുത്തത്. ആ സ്റ്റേറ്റ് കമ്മിറ്റിയെ നയിക്കുന്നവരാണ് ഗോവിന്ദമാഷല്ലേ. അവിടെ മത്സരിച്ചതാരാണ്? ഗോവിന്ദമാഷ ഭാര്യയല്ലേ. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മത്സരിക്കാൻ നഗ്നമായ സ്വജന പക്ഷപാതമല്ലേ കാണിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമല്ലല്ലോ, അതിനേക്കാൾ സീനിയർ പ്രവർത്തകർ അവിടെ ഉണ്ടല്ലോ. അവരുടെയൊക്കെ സീനിയോറിറ്റി അവഗണിച്ചുകൊണ്ടല്ലേ PK ശ്യാമളയെ മത്സരിപ്പിക്കാൻ അവിടെ തീരുമാനിച്ചത്. ആ തീരുമാനം തെറ്റുപറ്റി എന്ന് പറഞ്ഞ് ഗോവിന്ദമാഷ ഒന്ന് ശാസിക്കുന്നതിന് തെറ്റുമല്ലോ ഉണ്ടോ? അതല്ലേ ഒരു നടപടി എടുക്കാൻ പറ്റുന്നത്. പുറത്താക്കണമെന്നൊന്നും പറഞ്ഞില്ല, പാർട്ടി സെക്രട്ടറിയെ പുറത്താക്കണ്ട. പാർട്ടി സെക്രട്ടറിയെ ശാസിച്ചാൽ അത് മാതൃകാപരമായൊരു നിലപാടാണ്. സ്വജനപക്ഷപാതം ആര് കാണിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കർശനമായ നിലപാട് സ്വീകരിക്കും എന്ന് നല്ല നെഞ്ചു വിരിച്ചെന്ന് പറഞ്ഞുകൂടെ? ചെയ്തില്ല. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വരാം. ഇവിടെ നമ്മുടെ അമ്പലപ്പുഴ സുധാകരൻ്റെ പേരിൽ നേരത്തെ എടുത്ത നടപടി എന്തായിരുന്നു? അമ്പലപ്പുഴ 2021 തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ H. സലാമിൻ്റെ വോട്ട് കുറഞ്ഞു. വോട്ട് കുറഞ്ഞാൽ ഭൂരിപക്ഷം കുറഞ്ഞു, വോട്ടല്ല കുറഞ്ഞത്. ഭൂരിപക്ഷം കുറഞ്ഞപ്പോൾ എത്ര ഭൂരിപക്ഷം വന്നത്? 12,000 വോട്ട് കിട്ടിയിട്ടാണ് ഭൂരിപക്ഷം കുറഞ്ഞെന്ന് പറയുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. 12,000 വോട്ട് കിട്ടിയ ഒരു സ്ഥാനാർത്ഥിന് ഭൂരിപക്ഷം കുറഞ്ഞു. അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് നിഷ്പക്ഷനും നിർഭയനും ധീരശൂര വീരപരാക്രമിയുമേ നമ്മുടെ ഇളമരം കരീമിനെ വിളിച്ചു വരുത്തി. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഇളമരം കരീമിനെ നിയമിച്ചു. ഇളമരം കരീം കോഴിക്കോട്ട് നിന്ന് വന്നു. അദ്ദേഹം അന്വേഷിച്ചു. അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം, G. സുധാകരൻ വേണ്ട പോലെ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ ഇത് ഭൂരിപക്ഷം പിന്നെയും കൂടുമായിരുന്നു. എത്ര കൂടുമെന്ന് പറയാൻ പറ്റില്ല, അതുപോലെ കൂടുമായിരുന്നു. 25,000-30,000 വോട്ടിന് ഭൂരിപക്ഷം വന്നതിന്. അമ്പലപ്പുഴ വളരെ സെൻസിറ്റീവായുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അവിടെ ഭൂരിപക്ഷം കൂടുന്നതിന് കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ളൊരു സ്ഥലമാണ്. BJPക്ക് അത്യാവശ്യം വോട്ട് പെർസെൻറ്റേജ് ഉള്ളൊരു സ്ഥലമാണ്. അവിടെയാണ് 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ H. സലാം ജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് പേരിൽ ഇദ്ദേഹത്തിനെ ശാസിച്ചു. G. സുധാകരനെ ശാസിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം പാർട്ടിയുടെ ഉന്നതങ്ങളിലിരിക്കുമ്പോൾ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ചില നേതാക്കന്മാർ വന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും രക്തസാക്ഷിയായ സഹോദരനെയും ഒക്കെ തെറി പറഞ്ഞു. തരം താഴ്ത്തുകയും ചെയ്തല്ലോ. തരം താഴ്ത്തിയല്ല, അദ്ദേഹം ബ്രാഞ്ച് കമ്മിറ്റി മതി എന്ന് പറഞ്ഞാണ്. കാരണം എന്ന് വെച്ചാലേ ഇത് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞാണ്, തരം താഴ്ത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഞാൻ കണ്ടുള്ള ഏറ്റവും ബുദ്ധിമാനായ നേതാവ് G. സുധാകരനാണ്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ പാർട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വളരെ നേരത്തെ തന്നെ അദ്ദേഹം മനസ്സിലാക്കി.
ഈ ചില പ്രകൃതി മാറ്റങ്ങളൊക്കെ ഇപ്പോൾ സുനാമി പിന്നെ നമ്മുടെ പിന്നെ ലങ്കയിൽ അടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആനകളൊക്കെ കൂട്ടത്തോടെ മലയുടെ മണ്ടയിലേക്ക് ഓടിപ്പോയി, അതിൻ്റെ മുകളിലിരുന്ന ടൂറിസ്റ്റുകളുമൊക്കെ ആയിട്ട്. അതിന് മനസ്സിലായി സുനാമി വരിക എന്ന് പറഞ്ഞ പോലെ കൃത്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ആളാണ് ജി സുധാകരൻ. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ചുമതലയും വേണ്ട, ഞാനെങ്കിൽ ബ്രാഞ്ചിലിരുന്നോളാം. ബ്രാഞ്ചിലിരുന്നാൽ പിന്നെ സുധാകരൻ്റെ വീട്ടിൽ നടപടി പറ്റത്തില്ലല്ലോ. ബ്രാഞ്ചിൽ നിന്ന് അങ്ങോട്ട് കളയാൻ പാർട്ടിയിൽ നിന്ന് കളയാനേ പറ്റത്തുള്ളൂ. മറ്റേ തരം താക്കണം, ഏറ്റവും താണ കമ്മിറ്റിയിൽ ഇരുന്ന പിന്നെ തരം താഴ്ത്താൻ പറ്റില്ലല്ലോ. അതാണ് സുധാകരനെ ശക്തനാക്കിയത്. സുധാകരൻ്റെ പാർട്ടിയിൽ എന്തെങ്കിലും സ്വാർത്ഥതയുണ്ടെന്നോ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഇരുന്നാൽ മതി എന്നല്ലേ അദ്ദേഹം തീരുമാനിച്ചു. അപ്പോൾ അവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയ ഒരു സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം പോരാ എന്ന് പറഞ്ഞാണ് മന്ത്രിയായിട്ടിരുന്ന കളങ്കരഹിതമായ പ്രതിച്ഛായയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനെ അവിടെ ഒതുക്കിക്കൂട്ടി വെച്ചത്. അങ്ങനെയാണെങ്കിൽ ധർമ്മടത്ത് ഭൂരിപക്ഷം വളരെ കുറഞ്ഞു പോയില്ലേ പിണറായി വിജയൻ്റെ? അവിടെ എന്തെങ്കിലും നടപടി എടുത്തോ? അവിടെ നടപടി എടുക്കണ്ടേ? അമ്പലപ്പുഴയ്ക്ക് സമാനമായൊരു നടപടി ധർമ്മടത്തും എടുക്കണ്ടേ? അതെടുത്തില്ല. അല്ല, അവർക്ക് കൃത്യമായിട്ട് അറിയാം പിണറായി വിജയൻ കാരണമാണ്, വേറെ ആരും പ്രവർത്തിച്ചില്ലെങ്കിൽ തന്നെയും ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ തൊലിപ്പുറത്തെ ഒരു ചികിത്സ മാത്രമാണിത്. ഇതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ പരിഹരിക്കത്തില്ല. സത്യത്തിന് പിരിച്ചുവിടേണ്ടത് ഈ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയല്ല, കേരള സംസ്ഥാന കമ്മിറ്റിയാണ്. അതിൻ്റെ ധൈര്യമുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജീവൻ വെച്ച് രക്ഷപ്പെട്ടേക്കാം, സാധ്യതയുണ്ട് ചെറുതെങ്കിലും. അല്ലാതെ ഈ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും കൊണ്ട് പോകാൻ പറ്റില്ല. പറ്റുമെങ്കിൽ പോളിറ്റ് ബ്യൂറോ പിരിച്ചുവിട്ടാലും നഷ്ടമൊന്നും വരില്ല. വേറെ എവിടെയെങ്കിലുമൊക്കെ സംസ്ഥാനത്തൂടെ പിടിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പയ്യന്നൂരിലെ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് മലബാറിലുണ്ടായ അപജയം പരിഹരിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. മൊത്തമായി രോഗഗ്രസ്തമായൊരു ശരീരമാണ് CPM-ൻ്റെ ശരീരം. കാരണത്തിനാണ് മരുന്ന് വേണ്ടത്. അപ്പോൾ അതിന് ചികിത്സിക്കാൻ ഈ വൈദ്യന്മാരെ കൊണ്ട് പറ്റില്ല. ഇതെല്ലാം മുറിവൈദ്യന്മാരാണ്. ഡൽഹിയിലിരിക്കുന്നതും മുറിവൈദ്യൻ, തിരുവനന്തപുരത്തിരിക്കുന്നതും മുറിവൈദ്യൻ. ഈ വൈദ്യന്മാരുടെ ചികിത്സ കൊണ്ട് ഇത് ഭേദമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു താൽക്കാലികമായ നടപടിക്കപ്പുറം ഒരു അംഗീകാരം ഇതുകൊണ്ട് കിട്ടാൻ പറ്റുന്നില്ല. അരീഷൻ കാത്തിരുന്ന് കണ്ടോളും. വിഴുപ്പലക്കുകൾ കൂടുതൽ ശക്തമാകും. ഈ നടപടി പാർട്ടിയെ കൂടുതൽ ദുർബലപ്പെടുത്തത്തേ ഉള്ളൂ, ശക്തമാക്കില്ല എന്ന് തന്നെയാണ് ഒരു കാലത്ത് കുറച്ച് കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ ഞാൻ നിരീക്ഷിക്കുന്നത്. ഇത് പാർട്ടിയെ കൂടുതൽ ദുർബലമാക്കുകയുള്ളൂ, ശക്തമാക്കില്ല എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് വീണ്ടും അടുത്തൊരു ഉൾപാർട്ടി പ്രശ്നങ്ങൾക്കോ മറ്റ് കാരണമാകുകയോ വേണമെങ്കിൽ ചെയ്യാവുന്നുള്ളതല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ചൊരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഏതോ ഒരു തരത്തിൽ ഇവർ ഇതിൻ്റെ സത്യാവസ്ഥയിൽ അല്പം ജനരോഷമുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് സെൻട്രൽ കമ്മിറ്റി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ, അതായത് സംസ്ഥാന കമ്മിറ്റിക്ക് നേരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് മാത്രമല്ല അവർ വെബ്സൈറ്റിൽ തന്നെ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു, വളരെ ശക്തമായ രീതിയിൽ പിണറായി വിജയനെതിരെ. അപ്പോൾ ഒരു പുതിയ നേതൃത്വം വരുന്നതായിട്ട് ഇനി നമുക്കത് കണക്കിലെടുക്കാൻ പറ്റുമോ? അടിമുടി പുതിയൊരു മാറ്റത്തിലേക്ക് ആ വെബ്സൈറ്റിലെ വാചകങ്ങൾ പിന്നെ ഹരീഷൻ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരിടത്തും പിണറായി വിജയൻ എന്ന് പറയുന്നില്ല. ആരാണ് ഉത്തരവാദി എന്ന് പറയുന്നില്ല. ഏതോ എനിക്ക് തോന്നുന്നത് അവർ പറയുന്നത് സംസ്ഥാന പോളിറ്റ് ബ്യൂറോ കണ്ടെത്തുന്നത് ഈ അന്യഗ്രഹങ്ങളിൽ നിന്ന് ആളുകളാണ്. പിന്നെ ഇതുണ്ടല്ലോ UFO, അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സിൽ വരുന്ന അന്യഗ്രഹ ജീവികളുടെ ചില സാന്നിധ്യം കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ ഉണ്ടായതുകൊണ്ട് എന്തോ ചില മാനസിക വിഭ്രാന്തിയിൽ ആളുകൾ വോട്ട് ചെയ്തതാണെന്നും, അതല്ലാതെ വേറെ ആരുടെ പേര് പറയുന്നില്ല. ഈ അന്യഗ്രഹ ജീവികളിലെ ഇനിയും കൊടുക്കാണ്ട്, കാരണം ഇവിടെ ഉള്ളവരെയൊക്കെ അവർക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതാണ് അവരുടെ കണ്ടെത്തൽ. അതിനകത്ത് ഇവരുടെ കണ്ടെത്തലിനകത്ത് ഒരു കഥയില്ല. അസത്യം എത്ര പറഞ്ഞാലും അസത്യമല്ലേ, അത് സത്യമാവില്ലല്ലോ. ഗീബൽസ് പറഞ്ഞിട്ടുണ്ട്, ഒരു നുണ 100 പ്രാവശ്യം ആവർത്തിച്ച സത്യമായിട്ട് ആളുകൾക്ക് തോന്നത്തേ ഉള്ളൂ, സത്യമാവില്ല. അതൊരു തോന്നലാണ്. ഇവിടെയും പോളിറ്റ് ബ്യൂറോ ചെയ്യുന്നതും അതുതന്നെയാണ്. ഗീബൽസിൻ്റെ സിദ്ധാന്തമാണ്, അസത്യം പല പ്രാവശ്യം ആവർത്തിച്ചാലും ആളുകൾക്ക് കള്ളം ആവർത്തിച്ചാലും അത് അസത്യമായിട്ടേ തന്നെ അത് തിരിച്ചറിയപ്പെടും. അതുകൊണ്ട് ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? അവരവസാനം ഇറക്കിയ രേഖയിൽ പോലും ഈ പരാജയത്തിന് ഉത്തരവാദി ആരാണ് എന്ന് കണ്ടെത്തി പറയാനുള്ള ആർജവമില്ല, ധൈര്യമില്ല. ഭീരുക്കൾക്ക് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കാൻ പറ്റുന്നത്? ഒരു പാർട്ടിയെ നയിക്കാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കാൻ പറ്റില്ലല്ലോ. അവരെന്തിനാണ് നിൽക്കുന്നത്? ദേശീയ ജനാധിപത്യ വിപ്ലവം നടത്താനാണ്, ജനകീയ ജനാധിപത്യ വിപ്ലവം നടത്താനാണ്. മറ്റേത് ബിനോയ് വിശ്വ ദേശീയ ജനാധിപത്യ വിപ്ലവം നടത്താം. അദ്ദേഹം ദേശീയ ജനാധിപത്യ വിപ്ലവം നടത്താൻ പോയി CPI-ക്കാർ തന്നെ പറയുന്നത് ഇതൊന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും കഞ്ഞി കുടിച്ച് കഴിഞ്ഞുകൊള്ളാം എന്നാണ് പറയുന്നത്. അതായത് ബിനോയ് വിശ്വത്തിൻ്റെ കാര്യത്തിൽ. ഇവിടെയുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ ഭീരുക്കൾ കടന്നു വന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ സത്യസന്ധമായ വിശകലനം നടത്താനോ അത് പറയാനോ കഴിയാതെ ഒളിച്ചോട്ടമാണ് നടത്തിയിരിക്കുന്നത്.
തളിപ്പറമ്പിൽ ഒരു ഒളിച്ചോട്ടമാണ്. ഈ ഒളിച്ചോട്ടത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും നേടാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അവസാനത്തെ പതനത്തിലേക്കുള്ള യാത്രയാണ് എന്ന് നമുക്ക് വിലയിരുത്താമല്ലേ? അത്രയേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.